മുനാഫിഖുകളായ ചില ആളുകളുണ്ട്. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നതേയുള്ളൂ, എന്നാൽ അവർ കപട വിശ്വാസികളാണ്. അല്ലാഹുവിനോട് അവർ വഞ്ചന പ്രവർത്തിക്കുന്നവരാ. എന്നാൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായ തിരിച്ചടി നൽകുകയാണ്. അല്ലാഹുവാണ് അവരോട് കുതന്ത്രം ചെയ്യുന്നവൻ, അല്ലാഹുവാണ് അവരോട് തിരിച്ചടി പ്രയോഗിക്കുന്നവൻ, അവർക്ക് വേണ്ട ശിക്ഷ വേണ്ട വിധത്തിൽ നൽകുന്നവൻ ഈ ലോകത്തിന്റെ ജഗതിയത്രേ. എന്താണ് മുനാഫിഖുകളായ ആളുകളുടെ കോലം? എന്താണ് അവരുടെ രൂപമെന്താണ്? വഇദാ ഖാമൂ ഇലാ സ്വലാത്ത് ഒന്നാമത് സഭയിലേക്ക് കടന്നു വന്നാൽ മടിയന്മാരും അലസന്മാരുമായിട്ടാണ് അവർ നമസ്കരിക്കുക. അങ്ങനത്തെ ആളുകളാണ് കപട വിശ്വാസികൾ, മുനാഫിഖുകളെന്ന് പരിശുദ്ധ ഖുർആൻ. മുനാഫിഖുകളായ ആളുകളുടെ കോലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആനിലൂടെ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, നമ്മളിൽ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. മുനാഫിഖുകളായ ആളുകൾ അവരുടെ നമസ്കാരത്തിന്റെ രൂപ പറഞ്ഞത് നമസ്കരിക്കുന്നത് എപ്പോഴും അലസന്മാരായിട്ടായിരിക്കും, മടിയന്മാരായിട്ടായിരിക്കും. ആര് പറയാം? ഖുർആൻ പറയാം. തീർന്നില്ല അല്ലാതെ ഖുർആൻ വ്യക്തമാകുന്നു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുമാണ് അവരെ നമസ്കരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ അത് ജനങ്ങളെ കാണിക്കുക. ഇമാമ മിമ്പറിൽ കയറി ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒതുവെടുത്തുകൊണ്ട് കടന്നു വരുന്ന പള്ളിയിൽ മെമ്പർ അല്ലെങ്കിൽ പള്ളിയിലെ ഉന്നത കുലത്തിൽപ്പെട്ട വ്യക്തി, ആ സമൂഹത്തിൽ ഏറ്റവും പ്രഭാവിയായ വ്യക്തി കടന്നു വന്നുകൊണ്ട് ഇമാമിന്റെ തൊട്ട് മുന്നിലിരുന്നുകൊണ്ട് ഇഹ്റാമിന്റെ മുന്നിൽ സുന്നത്ത് നമസ്കരിക്കുകയാണ്. ഇമാമിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഇമാം മുമ്പ് ഉത്തരവോദിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഹൈവാൻ കയറി വന്നിട്ട് നേരെ മുന്നിൽ വന്നിട്ട് എന്താണ് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള നിയ്യത്തെന്താ? അവന്റെ നിയ്യത്തെന്താ? ഞാനിന്ന് വന്നിട്ടുണ്ട് പള്ളിയിൽ, എല്ലാവരും ഒന്ന് കാണണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കടന്നു വരുന്നവരാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകൾ അല്ലാഹുവിനെ വളരെ കുറച്ച് മാത്രമാണ് റബ്ബിനെ സ്മരിക്കുന്നത്, റബ്ബിനെ ഓർക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മാഊനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു മക്കൾക്ക് അറിയാവുന്ന സൂറത്തിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കിയില്ലയോ? ആരാണ് മുനാഫിഖുകൾ? ആരാണ് നമസ്കാരം കൊണ്ട് നരകത്തിലേക്ക് എത്തിപ്പെടുന്നവർ? നരകത്തിൻ്റെതാകുന്ന അടിത്തട്ടിലാണ്, നരകത്തിൻ്റെതാകുന്ന മലഞ്ചെരുവില, നരകത്തിലേക്ക് വൈകുന്ന നരകത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടരത്തെ നമസ്കരിക്കുന്നവരെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെ നമസ്കരിക്കുന്നവരാണ്? എങ്ങനെയാണ് അവർ നമസ്കരിക്കുന്നത്? അല്ലദീന ഹും
നമസ്കരിക്കാൻ മടിയുള്ളവരാണ്, നമസ്കരിക്കാൻ അശ്രദ്ധയുള്ളവരാണ്, നമസ്കരിക്കാൻ ശ്രദ്ധയില്ലാത്തവരാണ്, മടിയന്മാര് മനസ്സന്മാരുമായി തോന്നുമ്പോ വന്ന് നമസ്കരിക്കുന്നവരാണ്. ഇമാം റുകൂഇലേക്ക് എത്തിയ ശേഷം വന്ന് കൈകെട്ടാൻ താല്പര്യപ്പെടുന്നവരാണ്. ഇമാം സലാം എത്തുന്നതിന് തൊട്ടുമുമ്പ് ജമാഅത്തിന്റെ കൂലി എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഓടി വന്ന് കൂടുന്നവരാണ്. നമസ്കാരം ശ്രദ്ധിക്കാത്തവരാണ്, നമസ്കാരം ശ്രദ്ധിക്കാത്തവരാണ്. മാത്രമല്ല അവർ നമസ്കരിക്കാൻ വരുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു മുനാഫിഖുകളുടെ അടയാളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാകുന്ന ഖുർആനിലൂടെ പറഞ്ഞത്. എല്ലാവരും അടയാളം, രണ്ട് അടയാളങ്ങൾ. ഒന്ന്, അവർ നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അലസന്മാരാണ്. മറ്റൊന്ന്, നമസ്കരിക്കുന്ന സമയത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നത്. ഇത് നമ്മളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ നമ്മളെന്തായി കപട വിശ്വാസിയായി മുനാഫിഖുകളിൽ പെട്ടു. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താ ആമീൻ പറയാത്ത? അല്ലാഹു കാത്തിരിക്കട്ടെ. ഇങ്ങനെ അവിടെ നല്ല ശബ്ദത്തിൽ നിങ്ങളെന്താ അർജമില്ലാത്ത? ഇന്നൽ മുനാഫിഖീന ഫീ ദർകിൽ അസ്ഫലി മിനൽ നാർ വലാ തജിദ ലഹും നസീറാ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കരിക്കാൻ കടന്നു വരുമ്പോ അലസന്മാരായി നമസ്കരിക്കുന്നവരെ, നമസ്കരിക്കുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരെ, അത്തരത്തിലുള്ള ആളുകൾ മുനാഫിഖുകളാണ്, കപട വിശ്വാസികളാണെന്ന് പരിചയപ്പെടുത്തിയ ഖുർആൻ തന്നെ ആ മുനാഫിഖുകളുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. അവർക്കുണ്ടാകുന്ന പാരത്രികമാകുന്ന അവസരം, അവർക്കുണ്ടാകുന്ന പാരത്രിക ലോകത്തുണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ അല്ലാഹു ഖുർആൻ പറഞ്ഞു തരുകയാണ്. ഇന്നൽ മുനാഫിഖീൻ, തീർച്ചയായും മുനാഫിഖുകളുണ്ടല്ലോ, നമസ്കാരത്തിൽ അലസത വെക്കുന്നവരുണ്ടല്ലോ. ഇമാമ നമസ്കരിക്കാൻ കയറിയാലും ഇമാമ നമസ്കരിച്ചാലും നമസ്കാരം കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പിന്റെ ലോകത്തോ സോക്രയുടെ ലോകത്തോ ഫേസ്ബുക്കിന്റെ ലോകത്തോ മുഖം തിരിച്ചു വെക്കുന്ന അത്തരത്തിലുള്ള മുനാഫിഖുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. നരകത്തിന് 7 കവാടങ്ങളുണ്ട്, 7 തട്ടുകളുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്, ഏറ്റവും കൂടുതൽ ചൂടുകൊള്ളുന്ന സ്ഥലത്താണ് അവർ അവസരം ലഭിക്കുക, അവർക്ക് ശാശ്വത ബന്ധമുണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തജിദ ലഹും നസീറാ. കുടുംബങ്ങളില്ല, അയൽവാസികളില്ല, സുഹൃത്തുക്കളില്ല, ഒരാൾ പോലും അവരെ സഹായിക്കാനുണ്ടാവുകയില്ലത്രേ. ആ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് അവരെ കാക്കുവാൻ ഒരാളും ഉണ്ടാവൂല. ആര് പറയുന്നു? ഖുർആൻ പറയുന്നു. ആ മുനാഫിഖുകളായ ആളുകൾക്ക് ഒരിക്കലും തന്നെ നരക ശിക്ഷയിൽ നിന്ന് കാവൽ കിട്ടുകയില്ല, ഒരാളിൽ നിന്നും കാവൽ കിട്ടൂല. ആര് പറയാ? പരിശുദ്ധ ഖുർആൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ ഈ പറയുന്ന നിസാരമാണോ നരകമെന്ന് പറയും?